2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഏറ്റവും കുറച്ച് അഡ്രസ്സ് ചെയ്യും, പ്രതിപക്ഷം പോലും ഏറ്റവും കുറച്ച് അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം, ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫെഡറലിസം എന്ന് പറയുന്ന അടിസ്ഥാന തത്വം, നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വം, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന അടിസ്ഥാന സങ്കല്പം, അതിങ്ങനെ അടിമാന്തി ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇന്ത്യ ഈസ് എൻ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ള കാഴ്ചപ്പാട് മാറി ഇന്ത്യ ഒരു യൂണിയൻ ടെറിട്ടറി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിൽ പെട്ടാണ്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും ഒരേപോലെ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അതിൽ സംസ്ഥാനത്തിന് ഒരു സ്റ്റേക്കും ഇല്ലാത്ത, അതിൽ തന്നെ നമ്മുടെ ഒരു പ്രാക്ടീസ് എന്തായിരുന്നു ചോദിച്ചാൽ, പ്രാഥമിക വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം, അതിൽ കേന്ദ്രം അധികം ഇടപെടാറുണ്ടായിരുന്നില്ല. കേന്ദ്രത്തിൻ്റെ ഇടപെടൽ പലപ്പോഴും ഹയർ എഡ്യൂക്കേഷനിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ജനറൽ എഡ്യൂക്കേഷൻ, സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പോലും കേന്ദ്രം ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന അവർ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന അവസ്ഥ. അതാണ് NEPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സിലബസിൽ വരുന്ന മാറ്റങ്ങൾ, സിലബസിൽ പലതരം തമാശകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മുഗൾ കാലഘട്ടം എന്നൊരു കാലഘട്ടം ഇല്ല. നമ്മുടെ ഭൂതകാലത്തെ 1800 വർഷക്കാലം ഡിലീറ്റ് ചെയ്യപ്പെടുകയാണ്. ആലോചിച്ച് നോക്ക്, ആനം മണ്ടത്തരല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ താജ്മഹൽ കാണുന്നൊരു കുഞ്ഞ്, ഈ സിലബസ് പഠിച്ചിറങ്ങിയ ഒരു കുഞ്ഞ് താജ്മഹൽ കണ്ടിട്ട് അച്ഛനോട് ചോദിക്കുകയാണ്, ഇത് ആരാണ് അച്ഛൻ ഉണ്ടാക്കിയത് ചോദിക്കുമ്പോൾ എന്താ പറയുക? അതിന് വേറെ കഥ ഉണ്ടാക്കുന്നുണ്ട്. ആ കഥ സിലബസിൽ വന്നിട്ടില്ല. ഇപ്പം ഈ മട്ടിൽ പല സ്വഭാവത്തിലുള്ള ഇതെങ്ങനെയാണ് വിദ്യാഭ്യാസം പോകുന്നതിനെക്കുറിച്ചുള്ള പലതരം വിമർശനം വരുന്നുണ്ട്. അപ്പോൾ ഒരു പള്ളി പൊളിക്കാൻ 10, മാത്സിൽ ചരിത്രം ഇതൊക്കെ വിട്ടേക്കും, മാത്സിൽ ഒരു പള്ളി പൊളിക്കാൻ 10 കർഷകർ വേണമെങ്കിൽ 5 പള്ളി പൊളിക്കാൻ എത്ര കർഷകർ വേണം? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള, അത് മാത്സാണ് പഠിപ്പിക്കുന്നത്, പക്ഷേ ഉദാഹരണങ്ങൾ എന്താണ് എടുക്കുന്നത്? ഇങ്ങനെയൊക്കെ ഈ മട്ടിൽ വിദ്യാഭ്യാസത്തെ മാറ്റുന്ന ഒരു സംഗതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. RSSനെ സംബന്ധിച്ചിടത്തോളം RSSന് ഏറ്റവും താല്പര്യമുള്ള NEP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു കേന്ദ്ര ഗവൺമെൻറ് പ്രോജക്റ്റ് പോലുമല്ല. ഓർമ്മയുണ്ടോ, ഒരു 2-3 ആഴ്ച മുമ്പ് നമ്മുടെ സർസംഘ് ചാലകനെ കൊച്ചിയിൽ വന്നത്? വിജ്ഞാന സദസ്സ് ഒരു അഖിലേന്ത്യാ പരിപാടി നടന്നത്. രാജ്യത്തൊട്ടാകെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തകരെയും VCമാരെയൊക്കെ വിളിച്ചുകൊണ്ട്. NEP എന്ന് പറയുന്നത് RSSൻ്റെ ദീർഘകാലത്തെ ആലോചനകളുടെയും ശിബിരങ്ങളുടെയും പലതരത്തിലുള്ള ഗവേഷണങ്ങളുടെയും ഒക്കെ ആകത്തുകയായിട്ട് രൂപപ്പെട്ടുള്ള ഒരു സംഗതിയാണ്, അത് മനസ്സിലാക്കണം. RSSന് ഏറ്റവും BJP ആദ്യമായിട്ട് അധികാരത്തിൽ വന്നപ്പോൾ ആരെയാണ് ഈ മാനവ വിഭവശേഷി വകുപ്പ് ഏൽപ്പിച്ച ഓർമ്മയുണ്ടോ? മുരളി മനോഹർ ജോഷിയാണ്. ഏറ്റവും കോറായിട്ടുള്ള ഒരാളെ, RSSന് ഏറ്റവും താല്പര്യമുള്ള ഒരു വകുപ്പാണത്. അപ്പോൾ അതുകൊണ്ട് NEP എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിൽ സംസ്ഥാനത്തിന് ഒരു സ്റ്റേക്കും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതിന് സംസ്ഥാനങ്ങൾ റെസിസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന സംസ്ഥാനങ്ങളെപ്പോലും എങ്ങനെയാണ് അവർ പിടികൂടുന്നത്, ദുർബലമാക്കുന്നത്? പൈസ തരില്ല എന്ന് പറയുന്നു. അപ്പോൾ പൈസ തരില്ല എന്ന് പറയുമ്പം കൈകൂപ്പി നിൽക്കാനേ പറ്റുന്നുള്ളതാണ് പിണറായി വിജയനും ശിവൻകുട്ടിയും പറയുന്നത്. അതെന്തുകൊണ്ടാണ് ഉണ്ടായത്? അതാണ് ഞാൻ 100 വട്ടം പറഞ്ഞ കാര്യമാണ്, വീണ്ടും പറയുന്നു. ഈ പറയുന്ന GST നടപ്പിലാക്കിയതോടുകൂടി സംസ്ഥാനങ്ങൾ കയ്യിൽ കാശില്ലാത്ത ഈ പിച്ചപാത്രമായിട്ട് കേന്ദ്രത്തിന് മുമ്പിൽ കൈനീട്ടുന്ന ഒരു എൻറ്റിറ്റിയായി മാറി. അതാണ് സംസ്ഥാന മുഖ്യമന്ത്രിമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അധികാരം മാത്രമുള്ള ഒരു പവർ ഹൗസായിട്ട്, ഒരു ഓഫീസായിട്ട് മാറുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.